കെഎസ്ആർടിസി ബസ്സിൽ ഉടുപ്പിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ പെരുവഴിയിലായി. പത്തനംതിട്ടയിൽ നിന്ന് ഉടുപ്പിയിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തവരാണ് കാസർഗോഡ് വെച്ച് പെരുവഴിയിലായത്. ബസ് തകരാറിലായതിനെ തുടർന്ന് പകരം ബസ് ഏർപ്പെടുത്താതെ യാത്രക്കാരെ കാസർഗോഡ് ഇറക്കിവിടുകയായിരുന്നു. എന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കോഴിക്കോട് നിന്ന് ഞാനും മംഗലാപുരം ബസ്സും തന്നെ അടുക്കുക. ഉടുപ്പി ബോർഡ് അന്നേരം കാസർഗോഡ് ബോർഡാണ്. അവിടെ പറയാ കണ്ടക്ട് പറഞ്ഞ ബോർഡ് മാറ്റിക്കോളും, ഇവിടെ എത്തിയിട്ട് ബോർഡ് മാറ്റി തരാം. 25 സ്വാമിമാരുണ്ടായിരുന്നു, അവരൊക്കെ പോയതാ. അവരൊക്കെ വേറെ ബസ്സിൻ്റെ അകത്ത് പോയതാ. കുറേ കുട്ടികളുണ്ടായിരുന്നു, അവരും പോയി. ഈ ബസ് ഇവിടെ 8 മണിക്കേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്, 7:50 55 ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെ റീഫണ്ട് ഇല്ല, ടിക്കറ്റും ഇല്ല. ജനങ്ങളങ്ങനെ പറ്റിക്കാൻ പാടില്ലോ. ഇതൊരു സുഖമില്ലാത്തൊരു പേഷ്യൻറ്റിനാണ് എന്താ ചെയ്യുക? ഞാനൊക്കെ എത്രയോ സുഖമില്ലാത്ത പേഷ്യൻ്റ് മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്, അങ്ങനെ വന്നിട്ട് റിസർവ് ചെയ്തിട്ട്. ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം. അങ്ങനെ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ ഉടുപ്പിക്ക് ടിക്കറ്റ് എടുത്തവരാണ്, പക്ഷേ ഈ ഒരു സംവിധാനത്തെ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്തവർ കാസർഗോഡ് വെച്ച് പെരുവഴിയിലായി എന്നുള്ളതാണ്. പകരം ഒരു സംവിധാനം, ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ റീഫണ്ട് എങ്കിലും കൊടുക്കാനോ ഉള്ള മര്യാദ കെഎസ്ആർടിസി അധികൃതർ കാണിച്ചില്ല എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്നാണ് യാത്രക്കാരുടെ? അവരെങ്ങനെയാണ് പ്രതികരിച്ചത് ഈ കാര്യത്തെക്കുറിച്ച്? ലക്ഷ്മി, പ്രധാനമായും കെഎസ്ആർടിസി സിസ്റ്റത്തിൽ ഉടുപ്പിയിലേക്ക് റിസർവ് ചെയ്തവരെയാണ് കാസർഗോഡ് ഇറക്കിവിട്ടെന്ന പരാതി ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രധാനമായും കെഎസ്ആർടിസി ബസ് കേടായതിനെ തുടർന്ന് കാസർഗോഡ് നിന്നും സ്വിഫ്റ്റ് ബസ് പകരം ഉടുപ്പിയിലേക്ക് യാത്ര ചെയ്യുവാൻ സ്വിഫ്റ്റ് ബസ് ഏർപ്പാടാക്കാം എന്നൊരു രീതിയാണ് ഉന്നത അധികാരികളിൽ നിന്നും ഉണ്ടായിരുന്നത് എന്നൊരു ആരോപണമാണ് പ്രധാനമായും യാത്രക്കാർ ഉന്നയിക്കുന്നത്. എന്നാൽ കാസർഗോഡ് എത്തിയപ്പോഴേക്കും ബദൽ സംവിധാനം ഒന്നും തന്നെ ഒരുക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല, ടിക്കറ്റിന് മുടക്കിയ സീസൺ ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് മുടക്കിയ തുക പോലും തിരിച്ചു നൽകുവാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്നും യാത്രക്കാർ പറയുന്നു. തുക തിരിച്ചു നൽകുക മാത്രമല്ല, പകരം ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായതെന്ന ആരോപണമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. പ്രധാനമായും സ്വാമിമാരാണ് ഈ ബസ്സിൽ അധികവും ഉണ്ടായിരുന്നത്. 25ഓളം സ്വാമിമാർ ഈ ബസ്സിലുണ്ടായിരുന്നു. അവർ സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നവരായിരുന്നു. കൂടാതെ തന്നെ അവർ മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് യാത്ര നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഉടുപ്പിയിലേക്ക് പോകുന്ന യാത്രക്കാർ നിലവിൽ കാസർഗോഡ് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. റീഫണ്ട് അനുവദിക്കാതെയാണ് യാത്രക്കാരെ കാസർഗോഡ് ഇറക്കി വിട്ടതിൽ പരാതിയാണ് പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ വിവരങ്ങളാണ് ദിസ്ന നൽകിയത്.